എല്ലാ വട്ടത്തെയും പോലെ നല്ല സംസ്കാരത്തോടു കൂടി തന്നെ നമുക്ക് നടത്തണം. ഈ പറഞ്ഞ കണക്ക് മറ്റേ കൈയില്ലാത്ത ഉടുപ്പിട്ടുകൊണ്ടുള്ള ഡാൻസ് കളി, തലകുത്തി മറിയൽ, മറ്റേ സിനിമാറ്റിക് പരിപാടികളൊന്നും വേണ്ട. നമുക്ക് കേരളത്തിൻ്റെ തനതായ ശൈലിയിലുള്ള കലാപരിപാടികളൊക്കെ തന്നെ മതി. പിന്നെ ഓണക്കളികളായിട്ട് മറ്റേ ബണ്ണ് കടി, പിന്നെ ലെമൺ ആൻഡ് സ്പൂണ് പരിപാടികൾ, വടംവലി ഇത്തവണ ചന്ദ്രൻ്റെ കൊലയിൽ 250 കിലോ ഭാരമുള്ള ചന്ദ്രൻ്റെ കൊലയാണ് ഇത്തവണ കൊടുക്കാൻ പോണത്. ഓക്കെ. പിന്നെ നമുക്ക് ഗസ്റ്റായിട്ട് നമുക്ക് എൻ്റെ ഓഫീസിലെ മറ്റേ പ്യൂണിൻ്റെ സഹോദരൻ ഒരു സാഹിത്യകാരനാണ്. അപ്പോൾ അയാളെ വിളിക്കട്ടെ. വളർന്നു വരുന്ന പിള്ളേർക്ക് കുറച്ച് പ്രഭാഷണങ്ങളും കേൾക്കാമല്ലോ. സാഹിത്യകാരൻ മതി, സിനിമാക്കാരൊന്നും വേണ്ട. രാധാകൃഷ്ണ സാറേ, ഇങ്ങനെയൊന്നും പറ്റത്തില്ല. ഉത്രാടത്തിൻ്റെ 4 ദിവസം മുമ്പെങ്കിലും എനിക്ക് എൻ്റെ കണക്കും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കിട്ടണം. പിന്നെ ട്രഷറിയാണ് അതാണെന്നാണെന്ന് പറഞ്ഞ് മീറ്റിംഗ് സമയത്ത് എല്ലായിടത്തും കൂടെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. എനിക്ക് ലാസ്റ്റ് കിടന്ന് വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് വയ്യേ. ബിന്ദു ഇതെന്തൊരു സംസാരിക്കണം? ഞാൻ ഇവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ബിന്ദുവിനെ ആരും എന്ത് പറയാൻ? പിന്നെ മോള് വരാറായ? മോളിവിടെ ഇല്ല, 2 ദിവസം കുട്ടികളുടെ വീട്ടിൽ പോയേക്കാം. ഭർത്താവ് വിളിക്കുകയൊന്നുമില്ല ഇപ്പോൾ? ഭർത്താവ് ഇപ്പോഴും. ഒരു കാര്യം ചെയ്യും, കഥ ഒന്ന് വൈകിട്ട് തുറന്നിട്ടേ, എനിക്ക് 1-2 കണക്കുകൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അയ്യോ വേണ്ട, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. ആരുണ്ട്? നമുക്ക് എന്ത്, ഞാൻ കണക്ക് നോക്കാൻ വന്നു. നമ്മുടെ അടുത്ത് ആരെന്ത് പറയാൻ? മാല പുതിയതാണല്ലേ, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടില്ല. സെക്രട്ടറി ഇങ്ങോട്ട്